നമസ്കാരം. മാതൃഭൂമി പത്രത്തിൽ പൊടുന്നനെ പൊട്ടിമുളച്ച കോൺഗ്രസ് പ്രേമവും CPM വിരുദ്ധതയും മുതലാളി ആയ ശ്രേയംസ് കുമാറിന് UDFിലേക്ക് വഴി തുറക്കാൻ വേണ്ടിയാണെന്നുള്ളത് വളരെ വ്യക്തമാകുകയാണ്. പത്രം കത്തിക്കലും ബഹിഷ്കരണത്തിലും എത്തിച്ച നന്ദി രാഹുൽ തലക്കെട്ട് പ്രതിസന്ധി ചർച്ച ചെയ്യാൻ കോഴിക്കോട് ചേർന്ന എഡിറ്റോറിയൽ സർക്കുലേഷൻ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എഡിറ്റർ മനോജ് കെ ദാസ് ആണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. നന്ദി രാഹുൽ തലക്കെട്ട് പത്രത്തിന്റെ നയം മാറ്റൽ പ്രഖ്യാപനമാണ് എന്ന് മനോജ് കെ ദാസ് തുറന്നടിച്ചത്. BJP അനുഭാവികൾ പത്രം നിർത്തിയാലും ന്യൂനപക്ഷ വരിക്കാർക്കിടയിൽ പത്രത്തിന് സ്വീകാര്യത കൂടുമെന്നും മനോജ് കെ ദാസ് ന്യായീകരിച്ചു. ജൂലൈ 22-ന് ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വീരേന്ദ്രകുമാർ അനുസ്മരണ പ്രഭാഷണത്തിലൂടെ മാതൃഭൂമി നയംമാറ്റം കൂടുതൽ വ്യക്തമാകുമെന്നും മനോജ് കെ ദാസ് വിശദീകരിച്ചതോടെ എക്സിക്യൂട്ടീവുകൾക്ക് ആശങ്കാകുന്നു. അനുസ്മരണ പ്രഭാഷണത്തിന് അരുന്ധതി റോയിയെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം വിജയിച്ചിട്ടില്ല എന്നും BJPയുടെ പ്രഖ്യാപിത ശത്രുക്കളിൽ ഒരാളെ കണ്ടെത്തുമെന്നും മനോജ് കെ ദാസ് സൂചിപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയിൽ വന്ന 2 വ്യാജ വാർത്തകളും മാനേജ്മെന്റിന്റെ താൽപര്യത്തിനു വേണ്ടി കൊടുത്തതാണ് എന്നും മനോജ് കെ ദാസ് വെളിപ്പെടുത്തി. CPM സംസ്ഥാന കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് വിശകലന റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളി. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ LDF കൺവീനർ EP ജയരാജൻ, പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ കോൺഗ്രസ് ഏജന്റ് എന്ന് വിളിച്ച് എന്നീ വ്യാജ വാർത്തകളാണ് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചത്. മാതൃഭൂമി തിരുവനന്തപുരം ലേഖകൻ PK മണികണ്ഠന്റെ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് EP ജയരാജൻ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ താൻ സംസാരിച്ചിട്ടില്ല എന്നും വാർത്ത ശുദ്ധ അസംബന്ധമാണെന്നും ജയരാജൻ വിശദീകരിച്ചിരുന്നു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കാനെത്തിയയാൾ സെക്രട്ടറിയെ വിമർശിച്ചതായി മാതൃഭൂമി വാർത്ത കൊടുത്തതായി നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രത്തെ പരിഹസിച്ചു. സംസ്ഥാന കമ്മിറ്റി അവലോകന റിപ്പോർട്ട് പരാമർശങ്ങൾ അതേപടി ഉൾപ്പെടുത്തി കേന്ദ്ര കമ്മിറ്റി പ്രസ്താവന വന്നതോടെ റിപ്പോർട്ട് തള്ളിയെന്ന വ്യാജ വാർത്തയും പൊളിഞ്ഞു. മാനേജ്മെന്റിന്റെ താൽപര്യം അനുസരിച്ചുള്ള വാർത്തകളായതിനാൽ ലേഖകൻ PK മണികണ്ഠനെതിരെ നിയമ നടപടി ഉണ്ടാകില്ല എന്നും ജയരാജന്റെ വക്കീൽ നോട്ടീസിനെ നിയമപരമായി നേരിടുമെന്നും മനോജ് കെ ദാസ് നിലപാട് വ്യക്തമാക്കി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രേയംസ് കുമാറിന് LDF ടിക്കറ്റ് നിഷേധിച്ചതോടെയാണ് UDFിലേക്ക് ചാടാനുള്ള നീക്കം തുടങ്ങിയത്. കേരളത്തിലെ ലോക്സഭ ഫലസൂചന പ്രകാരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിനാണ് ജയസാധ്യതയെന്നും ശ്രേയംസ് കുമാർ കരുതുന്നു. പത്രത്തിന്റെ നയം മാറ്റം മുതലാളിയുടെ രാഷ്ട്രീയ മലക്കം മറിച്ചിലിന് ശക്തിയേകാനാണ് എന്നതാണ് ചുരുക്കം.